ഒരു ദിവസം വിക്രം നന്നായി മദ്യപിച്ചോണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. പതിവിലും നേരം വൈകിയ വരുന്നത്. വേദ മാത്രം ഉറങ്ങിയില്ല. എല്ലാവരും കഥകടച്ച് ഉറങ്ങിയിട്ടുണ്ട്. പുറത്ത് ശബ്ദം കേട്ടപ്പോഴാണ് വേദ എണീറ്റ് നോക്കുന്നത്. ജനാവായി നോക്കിയപ്പോൾ വിക്രമാണെന്ന് മനസ്സിലാക്കിയ അവൾ പുറത്തേക്ക് വരുന്നുണ്ട്. എന്താടി വേതാളമേ, നിനക്കെന്താ ഉറക്കമില്ലെന്ന് അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചപ്പോൾ അവൾക്ക് മനസ്സിലാവാണ്. നന്നായിട്ട് തന്നെ മദ്യപിച്ചിട്ടെന്ന് നിങ്ങൾ കുടിച്ചോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് ആടി ഞാൻ കുടിച്ചു. അതിന് നീ ആരാടി ചോദ്യം ചെയ്യാനേ? ഓ, എനിക്ക് മനസ്സിലായില്ല, നീ എൻ്റെ ഭാര്യയാണല്ലേ, ആ കാര്യം ഞാൻ മറന്നുപോയി. എവിടെ എവിടെ ആ താലി എന്ന് ചോദിച്ച് അവൾക്ക് അരികിലേക്കേട്ട് വരാണ് കേട്ടോ. ഈ സമയം അവൾ പറയുന്നത് എന്നെ തൊട്ടു പോകരുത്, നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് മാറി നിൽക്ക്. ആടി ഞാൻ കുടിച്ചത് നീ കാരണമാണ്. വേതാളം, നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവാത്തതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളെന്ന് നിനക്കറിയോ? നീ ഒന്ന് പോയി തന്നാൽ മാത്രം മതി. കുറച്ച് സമാധാനത്തിന് ഞാൻ ഇത്തിരി പെഗ് അടിച്ചതെന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും കുഴഞ്ഞ് അവിടെ തറയിലേക്ക് വീഴാട്ടോ. അങ്ങനെ വേദ അവനെ പിടിച്ചുയർത്തിന് എന്നെ തൊട്ടു പോകരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. പക്ഷേ അവൻ്റെ എതിർപ്പിനെ വകവെക്കാതെ അവൾ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദ ഒരു വിധത്തിൽ തന്നെ അവനെ പിടിച്ചോണ്ട് ബാത്റൂമിലേക്ക് കയറാം. തലവഴി വെള്ളം മോയിച്ചാൽ ബോധം താനെ വന്നോളും എന്നെല്ലാം പെറുപെറുത്തോടെ തന്നെ വേദ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. എവിടേക്കാടി നീ എന്നെ കൊണ്ടുപോകുന്നു, വല്ല പാതാളത്തിലേക്കാണോ എന്നെല്ലാം വിക്രം ചോദിക്കുന്നുണ്ട്. എടി വേദേ, നീ അന്ന് നിന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു പോയില്ലേ, അന്ന് ശരിക്കും എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. പക്ഷേ നീ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ പിന്നെ മിണ്ടാതെ നിന്നത്. പിന്നെ ഡോക്യുമെൻസിൻ്റെ പേരിൽ നിനക്ക് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നല്ലോ. അപ്പോഴാണ് എനിക്ക് സത്യത്തിൽ ആശ്വാസമായത്. തെൻ്റെ കാരണം അല്ലെങ്കിലും നീ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു തൃപ്തിയാണ്, ഒരു മനസുഖമാണ്. ഇവിടെ നീ ഇല്ലെന്നറിയുമ്പോൾ എനിക്കെന്തോ വല്ലാതെ വേവലാതെയാണ്. ഇന്ന് ഞാൻ കുടിക്കാൻ കാരണം നീയൊന്നുമല്ല, അവൻ കള്ളിൻ്റെ പുറത്ത് പറയുന്ന സത്യങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. അങ്ങനെ വീണ്ടും അവൻ്റെ വാലിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി അവൾ കാത്തിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബക്കറ്റും വെള്ളമെടുത്ത് അവൻ്റെ തല വഴി ഒഴിക്കുന്നുണ്ട്. ഷർട്ടെല്ലാം ഊരി അവനെ നന്നായി കുളിപ്പിക്കുകയാണ്. ഈ സമയം വിക്രമാണെങ്കിൽ കുഴഞ്ഞ് അവളെങ്ങനെ കെട്ടിപ്പിടിച്ചോടെ തന്നെ നിൽക്കാൻ കേട്ടോ. വേദയും ഡ്രസ്സെല്ലാം നന്നായി നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ഡ്രസ്സുകളെല്ലാം മാറി അവൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അപ്പോഴെല്ലാം കുഴഞ്ഞ ശബ്ദത്തിന് വിക്രം അവളോട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വേദ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ആ ഇഷ്ടം ഞാൻ പുറത്ത് കാണിക്കാത്തതിൻ്റെ കാരണം അതെന്താണെന്ന് നിനക്കറിയോ? നിന്റെ ഭാവി ഈ ക്രിമിനലിൻ്റെ കൂടെ ജീവിക്കാനുള്ളതല്ല. നിന്റെ ജീവിതം, നീ നല്ലവളാണ്, പഠിപ്പുള്ളവളാണ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. നിന്റെ അച്ഛൻ ശങ്കരനാരായണൻ പറയുന്ന പോലെ നീ ഇവിടെ ഈ കുപ്പയിൽ ജീവിക്കേണ്ടവളല്ല എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ ഉറക്കത്തിലേക്ക് പോവാ. അന്ന് രാത്രി അവിടെയാണ് വേദ കിടക്കുന്നത്. അവൻ്റെ അടുത്ത് തന്നെ ആയി അവൾ കിടക്കുന്നു. മദ്യത്തിൻ്റെ കെട്ടെല്ലാം കഴിഞ്ഞ് രാവിലെ എണീക്കുന്ന വിക്രം കാണുന്നു തൻ്റെ ബെഡിൽ തന്നോട് ചേർന്ന് കിടക്കുന്ന വേദയാണ്. അവൻ നെട്ടി എണീക്കുന്നുണ്ട്. എടി വേതാളമേ, നീ എന്താടി എൻ്റെ റൂമിലെന്ന് ചോദിച്ചിട്ട് അപ്പോഴാണ് അവൾ ഉണരുന്നത്. ഓഹോ, അപ്പോൾ ഇന്നലത്തെ സംഭവങ്ങളൊന്നും നിങ്ങൾക്ക് തീരെ ഓർമ്മയില്ല? ഇല്ല, എനിക്ക് ഓർമ്മയില്ല. നീ എന്നെ എന്തൊക്കെ ചെയ്ത് അവൻ നോക്കണ സമയത്ത് അവൻ ഷർട്ടൊന്നും ഇട്ടില്ലായിരുന്നു. അവനെ കുളിപ്പിച്ച് ഒരു മുണ്ടെടുത്തുകൊണ്ടാണ് അവൻ കിടക്കുന്നത്. അത് മാത്രമേ അവനക്കറിയൂ. പക്ഷേ എന്താണ് സംഭവിച്ചത്? തലേന്ന് മദ്യപിച്ച് വന്നത് മാത്രം അവൻക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയൊന്നും അവൻക്ക് ഓർമ്മയില്ല കേട്ടോ. വിക്രം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ സംഭവിച്ചത്. അപ്പോൾ വേദ അവനോട് പറയും, നിങ്ങളാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തത്? ഞാനോ? അതെ, പിന്നെ അതുമാത്രമല്ല ഇന്നലെ സംഭവിച്ചത്. അയ്യേ, എനിക്ക് നാണാവുന്നേ. അതൊന്നും അങ്ങനെ പുറത്ത് പറയാൻ പറ്റുമോ വിക്രമാദിത്യൻ ചേട്ടാ എന്നവൾ ആക്കി ചോദിക്കാട്ടോ. എടി വെറുതെ ഇല്ലാത്തത് പറയണ്ട. പിന്നെ ഞാനിങ്ങനെ ഇങ്ങോട്ട് വന്നത്, ഞാൻ ഹാളിൽ നന്നായിട്ട് ഉറങ്ങായിരുന്നു. ആ സമയത്താ നിങ്ങൾ വന്നത്, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ പറയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ വിക്രം ചിന്തിക്കും, ഇനിയിപ്പോൾ കള്ളിൻ്റെ പുറത്ത് ഞാൻ ഇവളോട് വല്ലതും അങ്ങനെയൊന്നുമില്ല. അവൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കുന്നുണ്ട്. ഒരടയാളം കാണുന്നില്ലല്ലോ. വീണ്ടും വേദയെ നോക്കിയിട്ട് നീ കള്ളം പറയാം, എനിക്കറിയാം. ഞാൻ ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ നീ പതിയെ വന്ന് ഇങ്ങോട്ട് കിടന്നതാ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കെന്താ ഭ്രാന്താണോ നിങ്ങളുടെ കൂടെ കിടക്കാൻ? ഇതിന് പിന്നെ നിങ്ങൾ തന്നെയാ എന്ന് അവൾ വീണ്ടും പറയാൻ കേട്ടോ. എന്നാൽ വിക്രം അതൊന്നും വിശ്വസിക്കാത്ത പട്ടിൽ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ വിളിച്ചിട്ടാ ഞാനിവിടെ വന്ന് കിടന്നെന്ന കാര്യം. ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അഭിനയിക്കുകയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവട്ടെ. അങ്ങനെ വേദ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീജയും കമലാമയും നന്ദിനിയും പുറത്തുണ്ടാവും കേട്ടോ. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അവളാണെങ്കിലോ ഒരു ചമ്മലോട് കൂടെ അവിടുന്ന് പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ വിക്രം വരുമ്പോൾ നന്ദിനി പറയും, എടാ നിനക്ക് വെറുപ്പാണ്, ദേഷ്യമാണ്, നാടകമാണ്, താലികെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ ഉണ്ടായി എന്ന് അവൾ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല നന്ദിനി അടുത്തി.
അവളെങ്ങനെ ഇവിടെ വന്നെന്ന് ഓ നിനക്കറിയാതെ അവളെങ്ങനെ ഇവിടെ വന്ന് നിനക്കറിയില്ല അല്ലേ നീ വെറും കള്ളം പറയാണ് എന്ന് പറയാണ്. വേദ ഇതെല്ലാം കേട്ട് ഒരു പുഞ്ചിരിയോട് കൂടെ അപ്പുറത്ത് തന്നെ മാറി നിൽക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ വിക്രം വീണ്ടും വീണ്ടും എന്താണ് തലേന്ന് സംഭവിച്ചെന്ന് ഇങ്ങനെ ആലോചിച്ച് എടുക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് വേദ വന്നിട്ട് പറയും കൂടുതൽ ആലോചിക്കേണ്ട വിക്രമാദിത്യൻ ചേട്ടാ, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല. കാരണം നിങ്ങൾ വിളിച്ചിട്ടാ ഞാൻ അവിടേക്ക് വന്നത്. എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ അച്ഛനാവാനുള്ള കാത്തിരുന്നോളൂ എന്നും പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് ഓടിപ്പോവാണ് കേട്ടോ. ഇപ്പോഴെല്ലാം വിക്രം ആകെ പെട്ട മാതിരി തലക്കും കൈ കൊടുത്ത് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ആകെ വിളറി വെളുത്തുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. വേദ ഇതെല്ലാം കണ്ട് ഒരു പുഞ്ചിരിയോട് കൂടെ അകത്തേക്ക് കമലാമ്മയുടെയും ശ്രീജേച്ചിയുടെയും അടുത്തേക്ക് പോയിട്ട് അവരിങ്ങനെ പാചകം ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് വേദ ആ ഒരു സമയത്തും.